കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തും. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർപോളിന്റെ സഹായം തേടാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന UAPA പോലീസ് ഒഴിവാക്കിയിരുന്നു. പ്രതിയുടെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. കേസിൽ കഴിഞ്ഞ ഏപ്രിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഒക്ടോബർ 29-നായിരുന്നു നാടിനിടയ്ക്ക് സ്ഫോടനമുണ്ടായത്. രാവിലെ 9:30 ആദ്യ സ്ഫോടനവും തുടർച്ചയായി മറ്റ് 2 സ്ഫോടനങ്ങളും നടന്നു. സ്ഫോടനത്തിൽ ആദ്യം 6 പേരും ചികിത്സയിലിരിക്കെ 2 പേരുമാണ് മരിച്ചത്. യഹോവ സാക്ഷികൾ സഭയിൽ അംഗമായിരുന്ന ഡൊമിനിക് മാർട്ടിൻ സഭയിലുള്ളവരുമായി തെറ്റിപ്പിരിയുകയും സ്ഫോടനം നടത്തി പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2023 ജൂലൈ മുതൽ ആസൂത്രണം നടത്തിയാണ് ഒക്ടോബറിൽ സ്ഫോടനം നടത്തിയത്. സ്ഫോടക വസ്തുക്കൾ പലയിടത്തു നിന്നായി സംഘടിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമായിരുന്നു കുറ്റപത്രത്തിലെ ഏക പ്രതി. ജനം, കൊച്ചി.